ഹലോ സ്റ്റുഡൻസ്, ക്ലാസ് 9th കെമിസ്ട്രിയിലെ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആറ്റംസ് ആൻഡ് മോളിക്യൂൾസിലെ 3rd വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാട്ട് ഈസ് അറ്റോമിക് മാസ് ആൻഡ് ഹൗ വി ക്യാൻ ഡിഫൈൻ 1 AMU അത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി നോക്കാം. 1 AMU അല്ലെങ്കിൽ 1U അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ. 1 AMU അല്ലെങ്കിൽ 1U. ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് U ആണ്, യൂണിഫൈഡ് മാസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് AMU എന്നും പറയാം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് 1 അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ 1U. ഓക്കെ, 1 AMU ഓർ 1U എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സാക്ട്ലി ഈക്വൽ ടു 1/12 മാസ് ഓഫ് 1 ആറ്റം ഓഫ് കാർബൺ 12. അതായത് കാർബൺ 12 ആറ്റത്തിൻ്റെ ഒരു മാസ് ഉണ്ടാവും അല്ലേ. കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 ആണ് എന്ത് 1 AMU അല്ലെങ്കിൽ 1U എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു കാർബൺ ആറ്റത്തിനെ എടുത്ത് നമ്മൾ 12 കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ അതിൽ ഒരു ബ്ലോക്കിൻ്റെ മാസാണ് എത്ര 1 AMU അല്ലെങ്കിൽ U എന്ന് പറയുന്നത്. 12 ഭാഗങ്ങളാക്കിയതിൽ ഒരു ബ്ലോക്കിൻ്റെ മാസ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് ആറ്റത്തിൻ്റെ മാസ് മെഷർ ചെയ്യാനുള്ള ബ്ലോക്കുകൾ കിട്ടിക്കഴിഞ്ഞു. അതുപയോഗിച്ച് നമുക്കിനി തൂക്കി നോക്കണം അല്ലേ. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയാം, ആറ്റം വളരെ ചെറുതാണ്, അങ്ങനെ തൂക്കി നോക്കാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ കമ്പയർ ചെയ്ത് എഴുതുമ്പോൾ നമ്മൾ എന്ത് പറയും? റിലേറ്റീവ് എന്ന് പറയും അല്ലേ. റിലേറ്റീവ് അറ്റോമിക് മാസ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ക്യാൻ ബി ഫൗണ്ട് എങ്ങനെ? വിത്ത് റെസ്പെക്ട് ടു എൻ ആറ്റം ഓഫ് കാർബൺ 12. ആ കാർബൺ 12ൻ്റെ ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ 1/12 പീസിൻ്റെ മാസിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ബാക്കിയുള്ള എലമെൻസിൻ്റെ മാസൊക്കെ പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ഹോൾ നമ്പേഴ്സിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ എലമെൻസിൻ്റെയും മാസ് എക്സ്പ്രസ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി നോക്കിയേ, ഈ ഒരു ടേബിളിൽ കുറച്ച് ആറ്റത്തിൻ്റെ അറ്റോമിക് മാസസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഐഡിയ നമുക്കിതിൽ വേണം കേട്ടോ. ഹൈഡ്രജൻ സിമ്പിളാണ്, ഹൈഡ്രജൻ 1U ആണ്. കാർബണിന് 12U ആണ് വരിക അല്ലേ. 1/12 ഇൻറ്റു മാസ് ഓഫ് കാർബൺ 12 ആറ്റം എന്നല്ലേ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാർബണിന് 12, നൈട്രജൻ 14, ഓക്സിജൻ 16, സോഡിയം 23. കണ്ടോ, ഇതിൽ നമ്മൾ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മിക്കവാറും ഓക്സിജനെ കാണും, കാർബണിനെയും കാണും, ഹൈഡ്രജനെയും നമ്മൾ കാണും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് വന്നു ചേരും കേട്ടോ. റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചാൽ മതിയാവും. ഓക്കെ, അറ്റോമിക് മാസ് ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ആവശ്യം വരിക, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നെ അറ്റോമിക് മാസ് ഡിഫിക്കൽട്ടായ എലമെൻസിൻ്റെ ഒക്കെ തന്നിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ഡു ആറ്റംസ് എക്സിസ്റ്റ്? നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ചാപ്റ്ററിൽ? ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആണ് പറഞ്ഞത് അല്ലേ. എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത് ആറ്റംസ്, മോളിക്യൂൾസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഇൻഡിവിജ്വൽ ആറ്റമായിട്ടാണോ എക്സിസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഇൻട്രൊഡക്ഷൻ പാർട്ടുകളൊക്കെ നമ്മൾ കഴിഞ്ഞു. ഇനി ആക്ച്വലി വാട്ട് ഹാപ്പൻസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ആറ്റംസ് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട്. ഓക്സിജൻ എന്ന് പറയുമ്പോൾ നമ്മൾ O2 എന്ന് എഴുതാറ് അല്ലേ. ഓക്സിജൻ എന്ന് പറയുമ്പോൾ O2 എന്ന് എഴുതാറ്. അതേസമയം നമ്മൾ അയൺ എന്ന് പറയുമ്പം Fe എന്ന് മാത്രമേ എഴുതാറുള്ളൂ. അയണിൻ്റെ സിമ്പൽ Fe ആണ്, Fe എന്ന് മാത്രമേ എഴുതാറുള്ളൂ. അതുപോലെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. ആസിഡ് ബേസ് ആൻഡ് സോൾട്ട് എന്നൊക്കെ പറയുന്ന ചാപ്റ്ററുകളൊക്കെ ചെറിയ 7th ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോഡിയത്തിൻ്റെ സിമ്പൽ Na മാത്രമാണ് അല്ലേ. അതേസമയം ഹൈഡ്രജൻ ആണെങ്കിൽ H2 വരും. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇവിടെ 2 എണ്ണം, ഇവിടെ 1 എണ്ണേ വരുന്നുള്ളൂ അല്ലേ. ഇനി നമ്മൾ ചിലപ്പോൾ കമ്പൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, കോമ്പൗണ്ടുകൾ എടുക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ CO2 എന്ന് വരും അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് അല്ലേ? ഇതിന് പർട്ടിക്കുലർ റേഷ്യോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അതായത് എല്ലാ ആറ്റം എടുത്തു കഴിഞ്ഞാലും എല്ലാ എലമെൻറ്റുകൾ എടുത്തു കഴിഞ്ഞാലും യൂണിവേഴ്സിലെ എല്ലാം എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. സ്റ്റേബിളായി ഇരിക്കുക എന്നുള്ളതാണ് എല്ലാ ആറ്റംസും എലമെൻസും എല്ലാം ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓക്സിജൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഓക്സിജൻ ഒരു ആറ്റമായിട്ട് ഓക്സിജൻ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഓക്സിജൻ O2 ആയിരിക്കുമ്പോഴാണ് സ്റ്റേബിളായിട്ടിരിക്കുന്നത്. ഓക്കെ, അതേസമയം
ഇപ്പോൾ ഹൈഡ്രജൻ ആയാലും ഒറ്റയ്ക്കിരിക്കാൻ പറ്റുന്നില്ല അല്ലേ. പക്ഷേ അയൺ, സോഡിയം, നമ്മൾ അലുമിനിയം അതുപോലുള്ള മെറ്റൽസൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു അലുമിനിയത്തിൻ്റെ ബ്ലോക്ക് എടുത്താൽ ഇങ്ങനെ അലുമിനിയം ആറ്റം ഇങ്ങനെ നിരന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് പറയാം അല്ലേ, അലുമിനിയത്തിൻ്റെ ആറ്റംസ്. അപ്പോൾ ചിലതിന് ഇൻഡിവിജ്വലായി ആറ്റമായി തന്നെ എക്സിസ്റ്റ് ചെയ്യാൻ കഴിവുണ്ട്, എന്നാൽ ചിലതിന് ഇതുപോലുള്ള, ഇപ്പോൾ ഓക്സിജനൊക്കെ ഒരു നോൺ മെറ്റലാണ് അല്ലേ. ഗ്യാഷ്യസ് ഫോമിലുള്ളതൊക്കെ മിക്കവാറും നോൺ മെറ്റൽസ് ആയിരിക്കും. ഇപ്പോൾ ക്ലോറിൻ, Cl2 അല്ലേ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുന്നു, ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ആറ്റംസ് കമ്പൈൻ ചെയ്ത് എന്തുണ്ടാവുന്നു, ഒരു മോളിക്യൂൾ ഉണ്ടാവുന്നു. മോളിക്യൂളായിട്ടാണ് ചില ആറ്റംസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിപ്പോൾ മോളിക്യൂള് ആറ്റത്തിൻ്റെ മോളിക്യൂൾ ആവാം. ഇപ്പോൾ O2 എന്ന് പറയുമ്പോൾ അതിൽ ഓക്സിജൻ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ അത് എലമെൻറ്റിൻ്റെ മോളിക്യൂളാണ്. അതേസമയം CO2, H2O എന്നൊക്കെ പറയുമ്പോൾ അതൊരു കോമ്പൗണ്ടിൻ്റെ മോളിക്യൂളാണ്. കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ മോർ ദാൻ വൺ കൈൻഡ് ഓഫ് ആറ്റം അവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി എ മോളിക്യൂൾ ഇൻ ജനറൽ ഈസ് എ ഗ്രൂപ്പ് ഓഫ്, മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 2 or more atoms that are chemically bonded together. അപ്പോൾ ഇവിടെ ഇത് എന്താണ്, O2 എന്ന് പറയുമ്പം അതിനിടയിൽ ഒരു കെമിക്കൽ ബോണ്ടാണ് ഉണ്ടാകുന്നത് അല്ലേ. കെമിക്കൽ ബോണ്ടാണ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അതായത് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്തിട്ടോ ഷെയർ ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു കെമിക്കൽ ബോണ്ടിങ് അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ. അല്ലാതെ നമ്മൾ ഗം ഉപയോഗിച്ച് ഒട്ടിച്ച് വെക്കുന്നതോ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ല അല്ലേ, കെമിക്കലി കമ്പൈൻഡ് ആണ്. ഓക്കെ, ഇനി ഈ ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, എ മോളിക്യൂൾ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എൻ എലമെൻറ്റ്. അതെന്താണ്, സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എൻ എലമെൻറ്റ്, ഏറ്റവും ചെറുതായിരിക്കും. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എൻ എലമെൻറ്റ് ഓർ കോമ്പൗണ്ട്. എന്താണ് അതിൻ്റെ പ്രത്യേകത, ദാറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. അതിന് സ്വന്തമായി നിലനിൽക്കാൻ കഴിയും. മാത്രമല്ല ഇറ്റ് ഷോസ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. ഇറ്റ് ഷോസ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ കേട്ടോ. ഈ ഒരു ഭാഗം പഠിക്കുക. ഇതാണ് മോളിക്യൂളിനുള്ള ഡെഫിനിഷൻ. മോളിക്യൂളിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. അതായത് ഞാൻ പറഞ്ഞത്, ആറ്റത്തിന് ചിലപ്പോൾ സിംഗിളായി എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല, ചിലപ്പോൾ അത് മോളിക്യൂൾസ് ഫോം ചെയ്യും, അല്ലെങ്കിൽ ആറ്റമായിട്ടിരിക്കും. ഓക്കെ, അതാണിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മളിവിടെ ഓക്കെ മോളിക്യൂൾ ഓഫ് ആറ്റത്തിൻ്റെ കാര്യം ഞാൻ ഒറിജിനലി പറഞ്ഞു കഴിഞ്ഞു. ഇനി മോളിക്യൂൾ ഓഫ് എലമെൻറ്റ് ആൻഡ് മോളിക്യൂൾ ഓഫ് കോമ്പൗണ്ട്സ്, ഇത് ഞാൻ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടി നോക്കാം. മോളിക്യൂൾ ഓഫ് എൻ എലമെൻറ്റ്. The molecule of an element are constituted by same type of atom അല്ലേ. എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓക്സിജൻ അല്ലേ, O2, അതിൽ O മാത്രമല്ലേ ഉള്ളൂ. നൈട്രജൻ എടുത്തു കഴിഞ്ഞാൽ N2, അതിൽ നൈട്രജൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് മാത്രമേ വരുന്നുള്ളൂ അല്ലേ. അതേസമയം മോളിക്യൂൾ ഓഫ് കോമ്പൗണ്ട് എന്ന് പറയുമ്പം ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ജോയിൻ ടുഗെദർ ഇൻ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലേ. ഈ പ്രൊപ്പോർഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ലോയിൽ തന്നെ പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് മോളിക്യൂൾ, അത് എന്തിൻ്റെ ബേസിലാണ് അല്ലേ, നമ്പറിൻ്റെ ബേസിലും അല്ലെങ്കിൽ മാസിനും ഒരു പ്രത്യേക റേഷ്യോ ഉണ്ട് എന്നൊക്കെയുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. ഇനി മോളിക്യൂൾസ് ഓഫ് കോമ്പൗണ്ട് ആണ്. അപ്പോൾ മോളിക്യൂൾസ് ഓഫ് കോമ്പൗണ്ടിൽ ഡിഫറൻറ്റ് എലമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ, ഡിഫറൻറ്റ് എലമെൻറ്റ്സ് ഉണ്ടാവും. ഇനി അറ്റോമിസിറ്റി ഓഫ് സം എലമെൻറ്റ്സ്, എലമെൻസിൻ്റെ അറ്റോമിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്ര ആറ്റംസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നോൺ മെറ്റൽസിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. നോൺ മെറ്റൽ എന്ന് പറയുമ്പം എല്ലാം ഗ്യാഷ്യസ് ഫോമിലായിരിക്കും. ഓക്കെ, അപ്പോൾ ആർഗൺ, ഹീലിയം, ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ, ക്ലോറിൻ ഇതൊക്കെ ഗ്യാസസ് ആണ് കേട്ടോ. ഇപ്പോൾ ആർഗൺ ആണെങ്കിൽ ആർഗണിൻ്റെ സിമ്പൽ നമ്മൾ AR എന്നാണ് എഴുതുക. അതായത് ഇത് മോണോ അറ്റോമിക് ആണ്, ഒറ്റൊരു ആറ്റമേ ഉള്ളൂ. ഹീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ H എന്ന് മാത്രമേ എഴുതേണ്ട ആവശ്യമുള്ളൂ, മോണോ അറ്റോമിക് ആണ്. ഓക്സിജൻ ആണെങ്കിൽ O2 എന്ന് നമ്മൾ എഴുതും കേട്ടോ, O2. അപ്പോൾ ഡൈ അറ്റോമിക് ആണ്, രണ്ടെണ്ണം ഉണ്ട്. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ H2 ഡൈ അറ്റോമിക്, N2 Cl2. ഓക്കെ, ഇനി ഫോസ്ഫറസ് ആണെങ്കിൽ ടെട്രാ അറ്റോമിക് ആണ്. അതായത് ഫോസ്ഫറസ് മോളിക്യൂളിൽ
P4 4 ഫോസ്ഫറസ് ആറ്റംസ് ഉണ്ട്. സൾഫർ ആണെങ്കിൽ പോളി അറ്റോമിക് ആണ്. സൾഫറിന് നമ്മൾ S8 എന്നാണ് എഴുതുക കേട്ടോ. 8 ആറ്റംസ് ഉണ്ട്. അപ്പോൾ 4 കൂടുതൽ വരുമ്പോൾ നമുക്ക് പോളി അറ്റോമിക് എന്ന് എഴുതാം. ഓക്കെ, ഇതത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അറ്റോമിസിറ്റി എന്ന് പറയുമ്പോൾ എത്ര ആറ്റംസ് വരുന്നുണ്ട് എന്ന് മാത്രം. ഇനി മോളിക്യൂൾസ് ഓഫ് കോമ്പൗണ്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു പിന്നെ അറ്റോമിക് മാസിന് ഒരു പർട്ടിക്കുലർ റേഷ്യോ ഉണ്ടെന്ന്. ഇതിൻ്റെ ഡീറ്റെയിൽസ് മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹൈഡ്രജൻ ഓക്സിജൻ കമ്പൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ മാസിൻ്റെ റേഷ്യോ 1:8 ആയിരിക്കും കേട്ടോ. ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും മാസിൻ്റെ റേഷ്യോ 1:8 ആയിരിക്കും. അതായത് H2O എന്ന് പറയുന്ന എലമെൻറ്റിൽ H2O എന്ന് പറയുന്ന മോളിക്യൂൾ കേട്ടോ. മോളിക്യൂളിൽ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ആണ് കേട്ടോ. അപ്പോൾ 2 ഹൈഡ്രജൻ ഇവിടെ ഇല്ലേ? അപ്പോൾ നമ്മൾ 2 × 1 2 എന്ന് എഴുതണം. 2 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ടാണ് 2 വന്നത്. ഡിവൈഡഡ് ബൈ ഒറ്റൊരു ഓക്സിജൻ അല്ലേ ഉള്ളൂ, ഒറ്റൊരു ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ 2/16 വരും. H2Oയിൽ Hൻ്റെയും Oയുടെയും മാസിൻ്റെ റേഷ്യോ ഇത്. ഇതിനെ നമ്മൾ വെട്ടിച്ചുരുക്കുമ്പോൾ നമുക്ക് 1/8 എന്ന് കിട്ടും. അപ്പോൾ റേഷ്യോ 1:8 എന്ന് കിട്ടും. 1:8 എന്ന് കിട്ടും. ഓക്കെ, റേഷ്യോ ബൈ മാസ്. ഏതൊരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു റേഷ്യോ അതിൻ്റെതായ സ്വന്തമായ ഒരു റേഷ്യോ ഉണ്ടാവും. ആ റേഷ്യോയിൽ മാത്രമേ അത് കമ്പൈൻ ചെയ്യുന്നുള്ളൂ. അത് മാത്രമല്ല, നമ്പർ ഓഫ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് ആറ്റംസും ഒരു പർട്ടിക്കുലർ റേഷ്യോയിലാണ് ഉണ്ടായിരിക്കും അല്ലേ. ഇവിടെയാണെങ്കിൽ 2:1 റേഷ്യോയിലാണ് ഉള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ആറ്റംസ് എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്? ഇൻഡിവിജ്വലായി ആറ്റമായി എക്സിസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടാക്കും. മോളിക്യൂൾസ് എലമെൻസിൻ്റെയോ ആവാം, കോമ്പൗണ്ട്സിൻ്റെയും ആവാം. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് എക്സാമ്പിൾസായി അയോണിക് കോമ്പൗണ്ട്സും അതിലേതൊക്കെ എലമെൻറ്റ്സ് ഉണ്ടെന്നും അതിൻ്റെ റേഷ്യോ ബൈ മാസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നേരത്തെ നമ്മൾ H:O 1:8 ആണെന്ന് കണ്ടല്ലോ. അതേപോലെ ഇവിടെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്താൽ ഇങ്ങനെ കിട്ടും. അതായത് കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുമ്പോൾ കണ്ടോ, ഇതിൽ കാൽസ്യം ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരെണ്ണം മാത്രം ഞാൻ ചെയ്ത് കാണിക്കാം, ബാക്കി നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. കാൽസ്യം ഓക്സൈഡിൽ കാൽസ്യം ഓക്സിജൻ ഉണ്ടല്ലേ. അപ്പോൾ കാൽസ്യത്തിൻ്റെയും ഓക്സിജൻ്റെയും മാസ് റേഷ്യോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ കാൽസ്യത്തിൻ്റെ മാസും ഓക്സിജൻ്റെ മാസും അറിയണം. കാൽസ്യത്തിൻ്റെ മാസ് 40 ആണ്. കണ്ടല്ലോ, കാൽസ്യത്തിൻ്റെ മാസ് 40 ആണ്. 40 ഡിവൈഡഡ് ബൈ ഓക്സിജൻ്റെ മാസ് നമ്മൾ നേരത്തെ കണ്ടതാണ്. എത്രയാണ്? ഓക്സിജൻ 16 ആണ്. ഓക്സിജൻ നമുക്ക് കാണാതെ പഠിക്കാം. ഓക്സിജൻ 16. ഓക്കെ, ഇതിനെ നമ്മൾ 8 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 5 8s are 40, 2 8s are 16 കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റേഷ്യോ 5:2 ആയിട്ട് കിട്ടും. അങ്ങനെ സിമ്പിളാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് നമ്മളിനി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഫ്രം ദിസ് ചാപ്റ്റർ. എന്താണ്? റൈറ്റിംഗ് കെമിക്കൽ ഫോർമുല. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ. നമ്മൾ 10th വരുന്ന സമയത്ത് ഒരുപാട് കെമിക്കൽ കോമ്പൗണ്ട്സിൻ്റെ ഫോർമുലാസ് നമുക്ക് ആവശ്യമായി വരും. ആ സമയത്ത് നമ്മൾ എങ്ങനെ ഫോർമുല ഉണ്ടാക്കാം എന്നൊന്നും പഠിക്കാൻ നമുക്ക് നേരം ഉണ്ടാവില്ല. ഇപ്പം 9th നിന്ന് 10th വരുന്ന കുട്ടികൾ ആ സമയത്താണ് ഡൗട്ട് ചോദിക്കുന്നുണ്ടാവുക, ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ 9th നിന്ന് തന്നെ പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് പോകണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കെമിക്കൽ ഫോർമുല എഴുതേണ്ടത് എന്നുള്ളതാണ്. ആദ്യം തന്നെ കെമിക്കൽ ഫോർമുല എന്താണെന്ന് നോക്കാം. കെമിക്കൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് ഈസ് എ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഇറ്റ്സ് കോമ്പോസിഷൻ. കെമിക്കൽ ഫോർമുല ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ്. അതിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഏതൊക്കെ ആറ്റംസ് എത്ര നമ്പറിൽ ഉണ്ട് അല്ലേ, അതാണ് കെമിക്കൽ ഫോർമുല കാണിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്കൊരു കാര്യം കൂടി പഠിക്കാനുണ്ട്. ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ കാർബണും ഓക്സിജനും ആണെങ്കിൽ അത് കമ്പൈൻ ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ കമ്പൈനിങ് പവർ അല്ലെങ്കിൽ കമ്പൈനിങ് കപ്പാസിറ്റിയെ നമ്മൾ എന്ത് പറയുന്നു? വാലൻസി. ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പൈനിങ് കപ്പാസിറ്റി ഓർ കമ്പൈനിങ് പവർ ഓഫ് എൻ എലമെൻറ്റ് ഈസ് നോൺ ആസ് ഇറ്റ്സ് വാലൻസി. ഓക്കെ, ദെൻ വാലൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ